ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ആര്യ. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ കറണ്ട് അഫയേഴ്സിലെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് നടന്ന പ്രിലിംസ് എക്സാം അല്ലേ, അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഒരു 16ാമത് മന്ത്രിസഭ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലെ. മന്ത്രിമാരും വകുപ്പുകളും അതുപോലെ പ്രധാനപ്പെട്ട പദ്ധതികളൊക്കെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കടന്നു വരികയുണ്ടായി. അപ്പൊ നമ്മൾ ഓർക്കുക, കൃത്യമായ രീതിയിൽ എന്ത് ചെയ്യുക, അത് നമ്മൾ പഠിച്ചു വെക്കുക. അപ്പൊ ഓൾറെഡി നിങ്ങൾ മന്ത്രിമാരും വകുപ്പുകളൊക്കെ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ സെഷനിൽ നോക്കാൻ പോകുന്നത് കുറച്ച് പ്രോജക്ട്സ് ആണ്. നമ്മുടെ 16ാമത് മന്ത്രിസഭയിൽ നിന്നും നടപ്പാക്കിയിട്ടുള്ള കുറച്ച് പ്രോജക്ട്സ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കൃത്യമായി തന്നെ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ആദ്യത്തേതാണ് ഏതാണ്? ഓപ്പറേഷൻ തൂഫാൻ. നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഏതാണ്? ഓപ്പറേഷൻ തൂഫാൻ അല്ലെ. ഓർത്തിരിക്കുക, ഓപ്പറേഷൻ തൂഫാൻ ഏത് വകുപ്പിന്റെ കീഴിലാണ് ഇത് വരുന്നത്? നമുക്കറിയാം, ആഭ്യന്തര വകുപ്പിന്റെ കീഴിലാണ് വരുന്നത് അല്ലെ. ഏതിന്റെയാണ്? ആഭ്യന്തര വകുപ്പിന്റെ കീഴിലാണ് വരുന്നത്. അപ്പോ ഏതാണ് മിനിസ്റ്റർ എന്നുള്ള കാര്യം അറിയാലോ, രമേശ് ചെന്നിത്തല അല്ലെ. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ പദ്ധതിയാണ് ഇത്, നമ്മുടെ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്നത്. അപ്പൊ ഓർത്തിരിക്കുക, ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പൊ ഓർക്കുക, കേരളത്തിൽ ലഹരി മാഫിയകളുടെ വ്യാപനം തടയുന്നതിനായി ആഭ്യന്തര വകുപ്പും കേരള പോലീസും എക്സൈസ് വകുപ്പും ചേർന്ന് ആരംഭിച്ച ശക്തമായ സംസ്ഥാനതല ലഹരി വിരുദ്ധ ദൗത്യമാണ് ഇത് ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് അറിയാലോ, എന്താണ്? ലഹരി മാഫിയകളുടെ വ്യാപനം തടയുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് അല്ലെ. കേരളത്തിൽ ലഹരി മാഫിയകളുടെ വ്യാപനം തടയുക എന്നതാണ് ലക്ഷ്യം. അപ്പൊ ഇത് ആരൊക്കെ ചേർന്നാണ് നടത്തിയിരിക്കുന്നത് എന്ന കാര്യം ഓർക്കുക. നമ്മൾ പറഞ്ഞു, ആഭ്യന്തര വകുപ്പും കേരള പോലീസും എക്സൈസ് വകുപ്പും കൂടെ ചേർന്ന് നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതിയാണ് ഇത് ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്നത്. നേതൃത്വം നൽകുന്നത് ആരാണ്? രമേശ് ചെന്നിത്തലയാണ് എന്ന കാര്യം കൂടെ ഒന്ന് പഠിച്ചു വെച്ചോളുക. ഓക്കെ, ഇനി ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന കാര്യം നമുക്ക് നോക്കാം. ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ഒന്ന്, സ്കൂളുകൾക്കും കോളേജുകൾക്കും ചുറ്റുമുള്ള ലഹരി വിൽപ്പന തടയുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. എന്താണ്? സ്കൂളുകൾക്കും കോളേജുകൾക്കും ചുറ്റുമുള്ള ലഹരി വിൽപ്പന തടയുക. അടുത്താണ്, MDMA പോലുള്ള സിന്തറ്റിക് ലഹരി മരുന്നുകളുടെ ഉറവിടം കണ്ടെത്തി നശിപ്പിക്കുക എന്നതും ഇതിന്റെ ഒരു മറ്റു പ്രധാന ലക്ഷ്യമാണ് എന്ന് ഓർക്കുക. അതുപോലെ ഒന്നാണ് ഇത് അന്തർ സംസ്ഥാന ലഹരിക്കടത്ത് ശൃംഖലകളെ തകർക്കുക എന്നതും, അതും കൂടെ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. അന്തർ സംസ്ഥാന ലഹരിക്കടത്ത് ശൃംഖലകളെ തകർക്കുക എന്നതും നമ്മുടെ ഓപ്പറേഷൻ തൂഫാന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്നാണ് എന്ന കാര്യം കൂടെ ഒന്ന് പഠിച്ചു വെച്ചോളുക. ഓക്കെ, ഇനി അടുത്തതാണ് ഓപ്പറേഷൻ തൂഫാൻ രണ്ടാം ഘട്ടം അല്ലെ. രണ്ടാം ഘട്ടം നടപ്പിലാക്കിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് നടപ്പിലാക്കിയത്? ഓർത്തിരിക്കുക, ആദ്യഘട്ടത്തിലെ കർശന പോലീസ് നടപടികൾക്ക് ശേഷം പദ്ധതിയുടെ രണ്ടാം ഘട്ടമായ തൂഫാൻ കെയർ. ഏതാണ്? തൂഫാൻ കെയർ പ്രധാനമായും താഴെ പറയുന്ന പ്രധാനപ്പെട്ട കുറച്ച് ലക്ഷ്യങ്ങളുണ്ട്. അത് ഏതൊക്കെയാണ് എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കിപ്പോവാം. അപ്പോ ഏതൊക്കെയാണ്? ഒന്ന്, ചികിത്സയും പുനരധിവാസവും. എന്ത് ചെയ്യാം? അതായത് ഇത്തരം കേസുകളിലൊക്കെ പിടികൂടിയിട്ടുള്ള ആളുകളെ അവർക്ക് എന്ത് ചെയ്യുക? തിരിച്ച് ജീവിതത്തിലേക്ക് വരുവാനുള്ള ഒരു അവസരം ഒരുക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോ അത്തരത്തിലുള്ള ആളുകൾക്ക് എന്ത് നൽകുക? ചികിത്സയും പുനരധിവാസവും. അതാണ് ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്. ലഹരിക്ക് അടിമപ്പെട്ടവരെ കണ്ടെത്തി അവരെ സാധാരണ ജീവിതത്തിലേക്ക് എന്ത് ചെയ്യുക? മടക്കിക്കൊണ്ടുവരിക എന്നതാണ് ഈ പദ്ധതി ലക്ഷ്യം വെക്കുന്നത്. ഓർത്തിരിക്കുക, തൂഫാൻ കെയർ. അടുത്തതാണ്, ഇതിനായി സംസ്ഥാനത്തെ പ്രമുഖ ആശുപത്രികളുടെയും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെയും സഹകരണത്തോടെ പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കുക അല്ലെങ്കിൽ തയ്യാറാക്കുക എന്ന് പറയുന്നതും ഇതിന്റെ ഒരു ലക്ഷ്യമാണ് എന്ന കാര്യം പഠിച്ചു വെച്ചോളുക കേട്ടോ. ഓക്കെ, അടുത്തതാണ് ബോധവൽക്കരണവും കൗൺസിലിങ്ങും. എന്താണ്? ബോധവൽക്കരണവും കൗൺസിലിംഗ്. നമ്മളിപ്പോ ആദ്യം പറഞ്ഞു ചികിത്സയും പുനരധിവാസവും. രണ്ടാമത്തതാണ് എന്ത്? ഇത്തരത്തിലുള്ള ആളുകൾക്ക് എന്ത് നൽകുക? ബോധവൽക്കരണവും കൗൺസിലിങ്ങും നൽകുക. അതായത് സ്കൂളുകളിൽ വിദ്യാർത്ഥികൾക്കായി സൈക്കോളജിസ്റ്റുകളുടെയും സൈക്യാട്രിസ്റ്റുകളുടെയും ഒക്കെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസുകൾ നൽകുക എന്നുള്ളത് ഈ പദ്ധതിയുടെ ഒരു ഭാഗമാണ് എന്ന കാര്യം ഓർക്കുക.
അതുപോലെ മറ്റൊന്നാണ് സമൂഹത്തിന്റെ പങ്കാളിത്തം. എന്താണ് സമൂഹത്തിന്റെ പങ്കാളിത്തം എന്ന് പറയുന്നത്? അപ്പൊ ഇതിലെന്താണ് വരുന്നത്? അതായത് ഈ ലഹരി വിരുദ്ധ ക്യാമ്പയിനുകളുടെ ഭാഗമായി സിനിമാ താരങ്ങളും പ്രമുഖ വ്യക്തികളെയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ക്യാമ്പയിൻ നൽകുക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ മറ്റൊരു ലക്ഷ്യം എന്ന് പറയുന്നത്. നമുക്കറിയാം തൂഫാൻ വാരിയർ ആരാണ്? ഓർത്തിരിക്കുക, തൂഫാൻ വാരിയർ എന്ന് പറയുന്നത് ആരാണ്? മോഹൻലാൽ ആണ് അല്ലെ? അതുകൂടെ ഒന്ന് ഓർത്തിരിക്കുക. തൂഫാൻ വാരിയർ മോഹൻലാൽ ആണ് എന്ന കാര്യം പഠിച്ചു വെച്ചോളുക കേട്ടോ. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു, രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ്, ആഭ്യന്തര വകുപ്പിന്റെ കീഴിലാണ് വരുന്നത്. തൂഫാൻ വാരിയർ ആരാണ്? മോഹൻലാൽ ആണ് എന്ന കാര്യം കൂടി ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു പ്രധാനപ്പെട്ട പദ്ധതി നോക്കാം. അതാണ് ഇത് വിജിലൻസ് വിസിൽ. ഏതാണ്? വിജിലൻസ് വിസിൽ. അതെന്തിനു വേണ്ടിയിട്ടുള്ളതാണ് നോക്കിക്കേ. സർക്കാർ സർവീസുകളിലെയും പൊതുസ്ഥാപനങ്ങളിലെയും അഴിമതി തടയാൻ പൊതുജനങ്ങൾക്ക് അവസരമൊരുക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയാണ് ഇത് വിജിലൻസ് വിസിൽ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ലക്ഷ്യം എന്താണ്? അഴിമതി തടയൽ എന്നതാണ് നമ്മുടെ വിജിലൻസ് വിസിൽ എന്ന പദ്ധതിയുടെ ലക്ഷ്യം എന്ന കാര്യം ഒന്ന് ഓർത്തു വെച്ചോളുക. ഓക്കെ, ഇനി ഈ വിജിലൻസ് വിസിലിന്റെ കമാൻഡർ ആരാണ് എന്ന കാര്യം കൂടെ ഓർക്കുക. ആരാണ്? നിവിൻ പോളിയാണ് എന്ന കാര്യം പഠിച്ചു വെക്കുക കേട്ടോ. ആരാണ്? നിവിൻ പോളിയാണ് എന്ന കാര്യം ഓർക്കുക. ഇതാരുടെ നേതൃത്വത്തിലാണ്? ഇതും രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിലാണ് എന്ന കാര്യം കൂടെ ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോ കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെച്ചോളൂ കേട്ടോ. ഇനി നമുക്ക് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം, അതുപോലെ തന്നെ ഇതിനൊരു ടോൾ ഫ്രീ നമ്പർ ഒക്കെ ഉണ്ട്, അതെന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം. ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്താണ്? അഴിമതിക്കെതിരെ ജനകീയ പ്രതിരോധം തീർക്കുക എന്നതാണ് ഈ വിജിലൻസ് വിസിലിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ ഇതിനൊരു ടോൾ ഫ്രീ നമ്പർ ഉണ്ട്. നമുക്ക് ഇതുപോലെ എന്തെങ്കിലും രീതിയിൽ അഴിമതിയൊക്കെ നടക്കുന്നു അല്ലെങ്കിൽ നടക്കാൻ ഇതുണ്ടെന്നൊക്കെ മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് ഈ നമ്പറിലേക്ക് വിളിച്ചിട്ട് എന്ത് ചെയ്യാം? വിവരങ്ങൾ നൽകാവുന്നതാണ്. ഓർക്കുക, ഈ ടോൾ ഫ്രീ നമ്പറാണ് 1064. ഓർത്തിരിക്കുക, 1064 എന്നതാണ് വിജിലൻസ് വിസിൽ എന്ന പദ്ധതിയുടെ ടോൾ ഫ്രീ നമ്പർ എന്ന് പറയുന്നത്. ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? അതായത് അഴിമതി തടയുക എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള വിവരങ്ങളൊക്കെ നൽകുന്ന ആളുകളുടെ പേര്, വിവരങ്ങളും മറ്റു ഡീറ്റെയിൽസ് ഒന്നും അങ്ങനെ പുറത്തു വിടുന്നതായിരിക്കില്ല. അത് ഏറ്റവും കർശനമായിട്ട് തന്നെ എന്ത് ചെയ്യും? സൂക്ഷിക്കുന്നതായിരിക്കും. അപ്പോൾ ടോൾ ഫ്രീ നമ്പർ ഒന്ന് അറിഞ്ഞിരിക്കുക. 1064 എന്നതാണ് എന്ന കാര്യം ഓർക്കുക. ഇനി ഈ വിസിൽ കമാൻഡോ ആരാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു ആരാണ്? നിവിൻ പോളിയാണ് അല്ലെ? ഓർത്തിരിക്കുക കേട്ടോ. ആരാണ്? നിവിൻ പോളിയാണ്. എപ്പോഴും നമ്മൾ ഇത്തരത്തിലുള്ള പദ്ധതികൾ, പ്രോജക്റ്റുകളൊക്കെ പഠിക്കാൻ നേരത്ത് അതിന്റെ അംബാസിഡറെ കുറിച്ചുകൂടെ പഠിക്കും അല്ലെ? ഓർത്തിരിക്കുക, ആരാണ് അതിന്റെ അംബാസിഡർ എന്ന കാര്യം ഓർത്തു വെക്കാറുണ്ട്. അതുപോലെ ഇത്തരത്തിലുള്ള പ്രോജക്ട്സ് പഠിക്കുമ്പോഴും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് നോട്ട് ചെയ്ത് പഠിച്ചു പോവുക കേട്ടോ. ഓക്കെ, ഇനി ഇതിന്റെ വെബ്സൈറ്റ് കൂടെ ഒന്ന് ഓർത്തിരിക്കുക. www.vigilance.kerala.gov.in എന്നതാണ് ഇതിന്റെ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ വിജിലൻസ് വിസിൽ എന്ന പദ്ധതി കൂടെ എന്ത് ചെയ്യുക? അല്ലെങ്കിൽ ഈ പ്രോജക്റ്റ് കൂടെ കൃത്യമായിട്ട് പഠിച്ചു വെച്ചോളുക കേട്ടോ. ഓക്കെ, ഇനി അടുത്തതാണ് പ്ലാൻ സ്പേസ് 2.0. എന്താണ് പ്ലാൻ സ്പേസ് 2.0 എന്ന് നമുക്ക് നോക്കാം. കേരള സർക്കാരിന്റെ പദ്ധതികളും പൊതുനിക്ഷേപങ്ങളും വിലയിരുത്തുന്നതിനും നിരീക്ഷിക്കുന്നതിനുമുള്ള ഡിജിറ്റൽ ഡാഷ്ബോർഡ് ആണ് ഇത് പ്ലാൻ സ്പേസ് 2.0 എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക കേട്ടോ. എന്താണ്? നമ്മുടെ കേരള സർക്കാരിന്റെ പദ്ധതികളും അതുപോലെ തന്നെ പൊതുനിക്ഷേപങ്ങളും വിലയിരുത്തുന്നതിനും നിരീക്ഷിക്കുന്നതിനുമായിട്ടുള്ള ഒരു ഡിജിറ്റൽ ഡാഷ്ബോർഡ് ആണ്. അതിന്റെ പേരാണ് ഇത് പ്ലാൻ സ്പേസ് 2.0 എന്ന് പറയുന്നത്. സംസ്ഥാന ആസൂത്രണ ബോർഡും ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കേരളയും ചേർന്നാണ് ഇത് നടപ്പിലാക്കിയിരിക്കുന്നത്. അതുകൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. ആരൊക്കെ ചേർന്നാണ്? സംസ്ഥാന ആസൂത്രണ ബോർഡും ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കേരളയും ചേർന്നാണ് നമ്മുടെ പ്ലാൻ സ്പേസ് 2.0 എന്ന പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത് എന്ന കാര്യം ഓർക്കുക. അതുപോലെ വിവിധ വകുപ്പുകളുടെ കീഴിലുള്ള പദ്ധതികളുടെ പുരോഗതി, ഫണ്ട് വിനിയോഗം എന്നിവ തത്സമയം നിരീക്ഷിക്കാൻ ഇത് സഹായിക്കുന്നു. അപ്പോൾ ഇതെന്തൊക്കെ ചെയ്യുന്നുണ്ട്? അതായത് പല പദ്ധതികളുടെയും പുരോഗതി എത്രയായി, അല്ലെങ്കിൽ ഇതിന്റെ ഫണ്ട് നിക്ഷേപം എത്രയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിലയിരുത്താൻ ഇത് സഹായിക്കുന്നു. അതുകൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. അടുത്തത് നോക്കാം, ഡിജി കേരള. എന്താണ് ഡിജി കേരള? കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ആദ്യ സംസ്ഥാനമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ
നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഡിജി കേരള എന്ന് പറയുന്നത്. ഡിജിറ്റൽ സേവനങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിക്കുക, അതുപോലെ തന്നെ സർക്കാർ സംവിധാനങ്ങൾ പൂർണ്ണമായും ഡിജിറ്റലൈസ് ചെയ്യുക എന്നതും ഇതിന്റെ പ്രധാന ലക്ഷ്യമാണ് എന്ന കാര്യം കൂടെ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ കേരളത്തിനെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ആദ്യ സംസ്ഥാനമാക്കി മാറ്റുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. മറ്റൊന്നെന്താണ്? സർക്കാർ സംവിധാനങ്ങൾ പൂർണ്ണമായും ഡിജിറ്റലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഇതുപോലെ നമ്മൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു പ്രധാന പദ്ധതിയാണ് ഇത് പ്രിയദർശിനി അല്ലേ? ഏതാണ്? പ്രിയദർശിനി എന്ന് പറയുന്നത്. പ്രിയദർശിനി നമുക്കറിയാം KSRTC ബസ് സർവീസ് ആണ്. ഇത് ആരംഭിച്ചത് എന്നാണ്? ഓർത്തിരിക്കുക. എന്നാണ് ആരംഭിച്ചത് എന്ന കാര്യം ഒന്ന് ഓർക്കുക. ജൂൺ 15 അല്ലേ? ജൂൺ 15 ആരംഭിച്ചത് എന്ന കാര്യം ഓർക്കുക. ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ മുഖ്യമന്ത്രിയായ VD സതീശനാണ്. അപ്പൊ നമുക്കറിയാം 0 ടിക്കറ്റ് ആണ് അല്ലേ? അപ്പോൾ അതുകൂടി ഒന്ന് നമ്മൾ ഓർത്തു വെച്ചുകൊള്ളുക. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട പദ്ധതികൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് പഠിച്ചു വെച്ചുകൊള്ളുക. അതുപോലെ മന്ത്രിമാരും വകുപ്പുകളും എന്താണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ഡേ ടു ഡേ ലൈഫിലൊക്കെ അത് ഒരുപാട് കേൾക്കുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഇത്, നമ്മുടെ 16ാമത് കേരള മന്ത്രിസഭ എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ഷൻ നടന്നതും അതിന്റെ റിസൾട്ട് വന്നതും ഇത്തരത്തിലുള്ള ഡേറ്റുകളൊക്കെ എന്താണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും നല്ല രീതിയിൽ തന്നെ പഠിച്ചിട്ട് വേണം നിങ്ങൾ അടുത്ത എക്സാമിനൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ തയ്യാറെടുക്കുന്നവർക്ക് ഇതൊരു ഉപകാരപ്പെടുന്ന വീഡിയോ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിച്ചോട്ടെ, ഇനി വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു എക്സാം ആണ് ഇത് LDC എന്ന് പറയുന്നത് അല്ലേ? അതുപോലെ LDC ഇനി വരാനിരിക്കുന്ന അടുത്ത എക്സാം ആണ് ഇത് VFA എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇതിനൊക്കെ ആയിട്ട് നമ്മുടെ CCയിലെ ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ ജോയിൻ ചെയ്ത് പഠിക്കണം എന്ന ആഗ്രഹമുള്ള ആളുകൾ എത്രയും വേഗം ഞങ്ങളോടൊപ്പം കൂടിക്കോളുക. അപ്പൊ നമ്മുടെ കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ താല്പര്യമുള്ള ആളുകൾ നമ്മുടെ ബോർഡിൽ കാണുന്ന നമ്പർ ആയിട്ടുള്ള 8590202323 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിലെ ലൈവ് ക്ലാസ്സസ്, അതുപോലെ തന്നെ റെക്കോർഡഡ് ക്ലാസ്സസ്, അതുപോലെ തന്നെ മെന്റർഷിപ്പ് എല്ലാം അവൈലബിൾ ആയിരിക്കും. മോക്ക് ടെസ്റ്റുകളും എല്ലാം അവൈലബിൾ ആയിരിക്കും. അപ്പോൾ എത്രയും വേഗം തന്നെ സമയം പാഴാക്കാതെ നമ്മുടെ CCയോടൊപ്പം ചേർന്ന് പഠിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പറേഷനൊക്കെ മുന്നോട്ട് കൊണ്ടുപോവുക. ഇതുപോലെ മറ്റൊരു സെഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.